ഹായ്, നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെന്നിരിക്കട്ടെ, ബ്രൗൺ ഷുഗർ ആണോ വൈറ്റ് ഷുഗർ ആണോ, അതായത് ബ്രൗൺ കളറിലെ പഞ്ചസാരയാണോ വൈറ്റ് കളറിലെ പഞ്ചസാരയാണോ നല്ലതെന്ന്. നമ്മൾ പെട്ടെന്ന് ഉത്തരം പറയും ബ്രൗൺ കളറിലെ പഞ്ചസാരയാണ് നല്ലതെന്ന്. ബ്രൗൺ ഷുഗർ നല്ലതാണെന്ന് കരുതി നമ്മൾ നേരത്തെ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ചായയിലും കാപ്പിയിലും ഇട്ട് കുടിച്ച് ആസ്വദിക്കുന്നു, അതിന്റെ സത്യാവസ്ഥ അറിയാതെ. ഇതെല്ലാം ഭക്ഷ്യ കമ്പനിക്കാരുടെ ബിസിനസ് തന്ത്രങ്ങളാണ്. സത്യത്തിൽ എനിക്കും ഇതൊന്നും അത്രത്തോളം അറിയില്ലായിരുന്നു. വെളുത്ത പഞ്ചസാരയേക്കാൾ അല്പം പോലും ഹെൽത്തിയർ അല്ല ബ്രൗൺ കളറിലെ പഞ്ചസാര. എന്നിട്ടും കൂടുതൽ പൈസ കൊടുത്ത് മേടിച്ച് കൂടുതൽ കഴിച്ച് നിത്യം രോഗികളാകുന്നു. ഇതൊന്ന് കേട്ടിട്ട് നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് തീരുമാനിക്കുക. വെളുത്ത പഞ്ചസാരയ്ക്കും ബ്രൗൺ പഞ്ചസാരയ്ക്കും ഒരേ കലോറിയാണുള്ളത്. ആരോഗ്യത്തെ ഒരുപോലെ രണ്ടും ബാധിക്കും. രണ്ടിനും ഒരേ ഗ്ലൈസീമിക് ഇഫക്റ്റ് ആണുള്ളത്. ഗ്ലൈസീമിക് ഇഫക്റ്റ് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇനി പറയുന്ന ഈ 2 സെന്റൻസ് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ. ബ്രൗൺ പഞ്ചസാരയിൽ കാൽസ്യവും പൊട്ടാസ്യവും മഗ്നീഷ്യവും അയണും അല്പം കൂടുതലാണ്. കാരണം അതിൽ മൊളാസസ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ അത് വളരെ മിനിമൽ എമൗണ്ടിൽ ആയതിനാൽ അത് ഒരു ഹെൽത്ത് ബെനിഫിറ്റും തരുന്നില്ല. ശ്രദ്ധിച്ചോ നിങ്ങൾ? അതുകൊണ്ട് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാകുന്നില്ല. ഇനി മൊളാസസ് എന്താണെന്നല്ലേ? കരിമ്പിൻ ജ്യൂസ് റിഫൈൻ ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ആ കട്ടി കൂടിയ ഡാർക്ക് ബ്രൗൺ കളർ ബൈ പ്രോഡക്റ്റ് ആണ് മൊളാസസ്. ആ സിറപ്പ് വൈറ്റ് ഷുഗറിൽ ആഡ് ചെയ്ത് ബ്രൗൺ ആക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ വെരി ഗുഡ്, നമ്മൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങി ലാവിഷായി ഉപയോഗിക്കും. അതിന് കുറച്ച് വാട്ടർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് അതിന് ഒരു മോയ്സ്ചറും കൂടെ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ വെളുത്ത ഷുഗറിൽ സുക്രോസ് മാത്രമേ ഉള്ളൂ. മറ്റേതിൽ മൊളാസസ് കൂടെ ആഡ് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് ആരോഗ്യപരമായി ഒരു ഉപകാരവും ഇല്ല. ഇനി ബ്രൗൺ കളറിലെ പഞ്ചസാരയിൽ 1 ടീസ്പൂൺ പഞ്ചസാരയിൽ 15 കാലറിയാണുള്ളത്. എന്നാൽ വെളുത്ത പഞ്ചസാരയിൽ 1 ടീസ്പൂണിൽ 16.3 കാലറി. കണ്ടോ വ്യത്യാസം? ഒരല്പം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാലറി കണ്ടന്റിൽ ഇവർ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇനി ഗ്ലൈസീമിക് ഇമ്പാക്ട് എന്താണെന്ന് പറഞ്ഞുതരാം. കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ചില ഭക്ഷണങ്ങൾ കഴിച്ച ഉടനെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുത്തനെ കൂടാറുണ്ട്. ഇത്തരം ഭക്ഷണങ്ങളെ ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ എന്നാണ് പറയുന്നത്. എന്നാൽ ചില ഭക്ഷണങ്ങൾ അങ്ങനെയല്ല, വളരെ പതിയെയാണ് പഞ്ചസാരയുടെ അളവ് ഉയർത്തുന്നത്. അതിനെ കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്നു. പ്രമേഹ രോഗികൾ ഇത്തരം ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത്. അതായത് പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നട്ട്സ്, സീഡ്സ്, ഇതൊക്കെയാണ് കൂടുതൽ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. ഇതിനെക്കുറിച്ചും ഞാൻ പിന്നാലെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിലോട്ട് മടങ്ങി വന്നാൽ ബ്രൗൺ കളറിലെ പഞ്ചസാരയും വെളുത്ത പഞ്ചസാരയും ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണുള്ളത്. അതിന്റെ അർത്ഥം ഇവർ രണ്ടുപേരും ബ്ലഡ് ഷുഗർ കുത്തനെ കൂട്ടും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇൻസുലിൻ റിക്വയർമെന്റും കൂട്ടും. ഈ 2 ഐറ്റംസും കൂടുതൽ എടുത്താൽ വെയിറ്റ് കൂടും, പല്ല് ഡീക്കേ ആകും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാകും, ഹാർട്ട് ഡിസീസ് ഉണ്ടാകും. അപ്പം വ്യത്യാസമില്ല, രണ്ടും ഒരുപോലെയാണ്. ഇനി ഓൾറെഡി ഡയബറ്റീസും അമിതവണ്ണവും PCODയും ഹോർമോണൽ പ്രോബ്ലംസും ഒക്കെ ഉള്ളവർ ഈ ബ്രൗൺ ഷുഗറിനെ ഒരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ആയിട്ട് കാണരുത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇതൊരു ഹെൽത്തി ഓൾട്ടർനേറ്റീവ് അല്ല, അത് നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസമെന്ന്? രുചിയിലും കാഴ്ചയിലും ഒരു കാരമൽ ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഒരു സോഫ്റ്റും പിന്നെ മോയ്സ്ചർ കണ്ടന്റ് അല്പം കൂടുതലുണ്ട്. പിന്നെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ. ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകാൻ വേണ്ടി പറയട്ടെ, ഇവർ തമ്മിലുള്ള വ്യത്യാസം കുക്കിങ്ങിലും ബേക്കിങ്ങിലും മാത്രമേ ഉള്ളൂ. ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും ഒരുപോലെയാണ്. അതുകൊണ്ട് ഷുഗർ ഇൻടേക്ക് ബ്രൗൺ ആയാലും വൈറ്റ് ആയാലും അത് കുറയ്ക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് കുട്ടികളാകട്ടെ മുതിർന്നവരാകട്ടെ 6 ടീസ്പൂണിൽ കൂടുതൽ ഷുഗർ എടുക്കരുതെന്നാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മൾ കഴിക്കുന്ന കോക്കക്കോളയിൽ ഒരു ക്യാൻ കോക്കക്കോള 12 ഔൺസ് ഉള്ള ഒരു കോക്കക്കോളയിൽ എത്ര ഷുഗർ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമോ? അതിനകത്ത് 39 ഗ്രാം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അതായത് 10 ടീസ്പൂൺ ഷുഗർ അടങ്ങിയിട്ടുണ്ട്.
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് കണ്ടോ, ഒരു ദിവസം 6 ടീസ്പൂണിൽ കൂടുതൽ ഷുഗർ എടുക്കരുതെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പം നമ്മൾ ഒറ്റ ഇരിപ്പിലിരുന്ന് കുടിക്കുന്ന ആ ഒരു ക്യാൻ 355 ml ഉള്ള ആ കോക്കോളയിൽ 10 ടീസ്പൂൺ ഷുഗർ ഉണ്ട്. അതിന്റെ ഹെൽത്തിന് അത് എന്തുമാത്രം അത് അഫക്റ്റ് ചെയ്യും, അതിന്റെ ദോഷം കണ്ടോ. ഇനി നാം കഴിക്കുന്ന ആഹാരത്തിലും ഷുഗർ കണ്ടന്റ് ഉണ്ട്. നമ്മുടെ ശരീരം അതിനെ ഗ്ലൂക്കോസ് ആയോ ഫ്രക്ടോസ് ആയോ മാറ്റുന്നു. നാം കഴിക്കുന്ന ചോറ്, ചില ഫ്രൂട്ട്സ് ഒക്കെ നേരെ ഗ്ലൂക്കോസ് ആയി രക്തത്തിലേക്ക് വരും. അപ്പോൾ പാൻക്രിയാസ് അതിനെ ഇൻസുലിൻ പുറത്തുവിടുകയും ഈ ഗ്ലൂക്കോസ് കോശങ്ങളിലെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുകയോ അതിനെ ഗ്ലൈക്കോജൻ ആക്കി ലിവറിലും മസിലിലും സ്റ്റോർ ചെയ്യുകയോ ചെയ്യും. ഫ്രക്ടോസ് ആണെങ്കിൽ ഫ്രൂട്ട്സ്, തേൻ, മണ്ണിനടിയിൽ നിന്നുള്ള കിഴങ്ങുവർഗ്ഗങ്ങൾ, പിന്നെ കൊമേഴ്സ്യലായി വാങ്ങുന്ന കോൺ സിറപ്പ്, ഇതിലൊക്കെയാണുള്ളത്. അത് ലിവറിലോട്ട് പോയിട്ട് ഫാറ്റ് മോളിക്യൂൾ, അതായത് ഫാറ്റിന്റെ ചെറിയ കണികകളായി സ്റ്റോർ ചെയ്യും. അതിന്റെ പേരാണ് ട്രൈഗ്ലിസറൈഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കൊളസ്ട്രോൾ ഹൈ ആകുന്നു എന്ന് പറയുമ്പോൾ ട്രൈഗ്ലിസറൈഡ് രക്തത്തിൽ ഹൈ ആയിരിക്കും. അപ്പോൾ ട്രൈഗ്ലിസറൈഡ് രക്തത്തിൽ കൂടുതലാകുമ്പോൾ HDL എന്ന നല്ല ഫാറ്റ് കുറവായിരിക്കും, LDL എന്ന മോശമായ ഫാറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഏത് രീതിയിൽ ഷുഗർ ശരീരത്തിൽ ചെന്നാലും ദോഷമാണ്. ഒന്നുകിൽ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അത് ഷുഗർ കൂട്ടും. ഗ്ലൂക്കോസ് ആണെങ്കിൽ അത് ഷുഗർ കൂട്ടും, ഫ്രക്ടോസ് ആണെങ്കിൽ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കും. ഗ്ലൂക്കോസ് ആണെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാക്കും, ഫ്രക്ടോസ് ആണെങ്കിൽ അത് ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കും. ഒന്നുകൂടെ പ്രാക്ടിക്കലായി പറഞ്ഞാൽ അരി കൊണ്ടുള്ള ആഹാരം കുറച്ച് കഴിക്കണം. ഞാൻ ഡയറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞ് 2 മിനിറ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാൽ നല്ലതായിരിക്കും. ഫ്രൂട്ട്സ് മിതമായി കഴിക്കുക. പയറുവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ധാരാളം കഴിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. പഞ്ചസാരയുടെ അളവ് ഏത് ടൈപ്പ് ഷുഗർ ആയാലും ബ്രൗൺ ആകട്ടെ വൈറ്റ് ആകട്ടെ രണ്ടും കുറയ്ക്കുക. നാച്ചുറൽ സ്വീറ്റ്നേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതുകൂടെ പറഞ്ഞാലേ ഈ വീഡിയോ പൂർണ്ണമാകൂ. ബീറ്റ് ഷുഗർ, ഇവോപ്പറേറ്റഡ് കെയിൻ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് വരുന്നതാണ് ഈ നാച്ചുറൽ സ്വീറ്റ്നർ. അതൊക്കെ ഫ്രക്ടോസ് കൂടുതലുള്ള കോൺ സിറപ്പിനേക്കാളും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കും. വെറുതെയാണ്, അതിൽ വീഴരുത്. ഇതെല്ലാം ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് ന്യൂയോർക്ക് ടൈംസിൽ വന്ന വാർത്തയാണ്. ഒറ്റയടിക്ക് നിർത്താൻ ഞാൻ പറയില്ല. ഞാൻ എൻ്റെ ആരോഗ്യം നോക്കുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിൽ തീരുമാനമെടുക്കുക. അല്പാൽപമായി മാറ്റങ്ങൾ കൊണ്ടുവരിക. കുറച്ചായിട്ട് ഷുഗർ കുറച്ച് പൂർണ്ണമായും ഷുഗർ കഴിക്കാതെ ആകുക. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, സ്ത്രീജന്യമായ രോഗങ്ങൾ, മുട്ടുവേദന, അമിതവണ്ണം, PCOD ഇതൊക്കെ മാറുന്നത് നിങ്ങൾ അനുഭവിച്ചറിയും. പ്രായം ഒരു വിഷയമല്ലെന്നേ. ഇന്ന് തന്നെ നിങ്ങൾ പഞ്ചസാര ഉപേക്ഷിക്കാൻ തുടങ്ങും. ആരോഗ്യമുള്ള ഒരു ജീവിതം ഉണ്ടാകട്ടെ. സോഫ്റ്റ് ഡ്രിങ്ക്സിലെ ഷുഗർ കണ്ടന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ പിന്നാലെ ഞാൻ ഇടുന്നുണ്ട്. അതും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.